ഈ സ്ഫിയർ വെഗാസിന്റെ ഏറ്റവും പുതിയതും ഏറ്റവും മഹത്തായതും കണ്ടുപിടിക്കുന്ന സൃഷ്ടിയുമാണ്. പുറത്ത് അത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്നു, പക്ഷേ യഥാർത്ഥ മായാജാലം അത് ഉള്ളിലാണ്. വെഗാസ് അതിന്റെ അതുല്യവും വിസ്മയകരവുമായ വാസ്തുശില്പങ്ങൾക്ക് എന്നും പ്രസിദ്ധമാണ്. അതിന്റെ റിസോർട്ടുകളും കാസിനോകളും ലോകത്തിലെ ചില പ്രസിദ്ധമായ സ്ഥലങ്ങളാണ്. വെനീഷ്യൻ മുതൽ ബെല്ലാജിയോ വരെ MGM ഗ്രാൻഡ് വരെ വെഗാസ് ഒരിക്കലും പിന്നോട്ടില്ല. ഇപ്പോൾ ഈ ഭാവിമുഖമായ കൂമ്പാരം നഗരത്തിന്റെ വിസ്മയ ഘടകത്തെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ഇത് ശരിക്കും എന്താണ്? എന്തിനാണ് ഇത് നിർമ്മിച്ചത്? സ്പിയർ ഒരു ലൈവ് മ്യൂസിക് വിനോദ കേന്ദ്രമാണ്. ലോകപ്രസിദ്ധമായ ലാസ് വെഗാസ് സ്ട്രിപ്പിൽ നിന്ന് വെറും ഒരു ബ്ലോക്ക് അകലെയാണ്. ഇത് 111.5 മീറ്റർ ഉയരമുള്ളതും 150 മീറ്റർ വ്യാസമുള്ളതുമാണ്. അത് ഔദ്യോഗികമായി ലോകത്തിലെ ഏറ്റവും വലിയ ഗോളാകൃതിയിലുള്ള ഘടനയാക്കുന്നു. ഇതിനു മുമ്പ് റെക്കോർഡ് സ്വീഡന്റെ അവിച്ചി അരീനയ്ക്കായിരുന്നു. അതെ, ഇങ്ങനെയൊന്നൊക്കെയുണ്ടാക്കാൻ വളരെ ചെലവാകും. ഇത് നിർമ്മിക്കാൻ $2.3 ബില്യൺ ചെലവായി. വേഗാസിലെ ഒരു വിനോദ കേന്ദ്രത്തിനായി ഇതുവരെ ചെലവഴിച്ച ഏറ്റവും കൂടുതൽ പണം അത് തന്നെയാണ്. അത് വൻ വലിപ്പവും കൃത്യമായ വൃത്താകൃതിയും ഉള്ളതിനാൽ അതിനെ നിർമ്മിക്കുക ഒരു വലിയ എഞ്ചിനീയറിംഗ് വെല്ലുവിളിയായിരുന്നു. ഈ വിചിത്ര ഘടന യാഥാർത്ഥ്യമാക്കാൻ എഞ്ചിനീയർമാർക്ക് ചില കടുത്ത ഗണിതങ്ങൾ നടത്തേണ്ടി വന്നു. അവർ അവരുടെ ചില സമവാക്യങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ പങ്കിട്ടിട്ടുണ്ട്. പക്ഷേ നാം ഇപ്പോൾ അത് ഒഴിവാക്കും. ഇത് അത്തരം പ്രോജക്റ്റിന്റെ ആദ്യമായിരുന്നു, അതിനാൽ പ്രത്യേക ഉപകരണങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്രെയിനുകളിൽ ഒന്നിനെ ബെൽജിയം മുതൽ അയക്കേണ്ടി വന്നു. ഇത് അറിയാമോ? ആ ക്രെയിൻ അത്ര വലിയതായിരുന്നു. അതിനെ ഒരുമിച്ച് ചേർക്കാനായി 2 ആഴ്ചകളിൽ കൂടുതലും മറ്റു നിരവധി ക്രെയിനുകൾ ആവശ്യമുണ്ടായിരുന്നു. നിർമ്മാണം നടത്തുമ്പോൾ കെട്ടിടത്തിലെ ഒരു ഭാഗത്തിന് പ്രത്യേക തരത്തിലുള്ള ലിഫ്റ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇത് ഒരു സ്റ്റീൽ കംപ്രഷൻ റിംഗ് ആയിരുന്നു. അത് സ്ട്രെച്ചർ ഫ്രെയിമിന്റെ മുകളിൽ വയ്ക്കേണ്ടതായിരുന്നു. ആത്മസംയമനത്തോടെ നോക്കിയാൽ അത്ര ഭാരമായിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ അപ്പെട്ടെന്ന് 2 ബോയിങ് 757 വിമാനങ്ങളുടെ പോലെ ഭാരമുള്ളതാണ്. അതുകൊണ്ട് അതേ മെഗാ ക്രെയിൻ ഇല്ലാതെ അവർ അതിനെ സ്ഥാനം കെട്ടിടത്തിന്റെ കാര്യത്തിൽ എടുക്കുവാൻ വെച്ചിട്ടുണ്ട്. ഇത് സ്ഥലത്ത് 18,000 പേരുള്ള ആരാധകർ ലൈവ് സംഗീത കോൺസർട്ടിനെ ആസ്വദിക്കാൻ എത്താം. അപ്പോൾ കോൺസർട്ട് ഇല്ലാത്തപ്പോൾ ഈ വേദി അവാർഡ് ഷോകളും ഉൽപ്പന്ന ലോഞ്ചുകളും വൻ സ്പോർട്സ് ടൂർണമെന്റുകളും സംഘടിപ്പിക്കുന്നു. ഈ കെട്ടിടത്തിന് പിന്നിലെ ടീം ഇതിനകം തന്നെ ലണ്ടനിലേക്കും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും ഇങ്ങനെ കൂടുതൽ കൊണ്ടുവരാൻ പദ്ധതിയിടുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ തലയിൽ ഒരു ചോദ്യം ഉയരാൻ ഇടയുണ്ട്: കെട്ടിടം വൃത്താകാരമാണോ? ഉത്തരം വാസ്തവത്തിൽ വളരെ ലളിതമാണ്. നിങ്ങൾ ഇതുവരെ കണ്ടതുപോലൊന്നുമല്ല. ഇത് മൈലുകൾ അകലെയുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു മികച്ച ഡിസൈനാണ്. എന്നെ വിശ്വസിക്കൂ, അതിന്റെ പുറം രൂപം തീർച്ചയായും നിങ്ങളുടെ കണ്ണു പിടിക്കും. ജൂലൈ 4-ന് ലാസ് വെഗാസിലെ വിനോദസഞ്ചാരികളും നാട്ടുകാരും ഈ വൻ ഗോളാകാര കെട്ടിടത്തിന്റെ യഥാർത്ഥ രൂപം കണ്ടു. ആദ്യമായി അതിന്റെ ഉപരിതലത്തിൽ 1.2 ദശലക്ഷം LED ലൈറ്റുകൾ തെളിഞ്ഞു. നിറങ്ങളാർന്ന ലൈറ്റ് ഷോ ഉടൻ തന്നെ ഈ കെട്ടിടത്തെ വെഗാസിലെ പുതിയ ഐക്കണാക്കി. അതിന്റെ ഔട്ടർ സ്ക്രീന് ഏകദേശം 56,000 ചതുരശ്ര മീറ്റർ വ്യാപിച്ചിരിക്കുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ LED ഡിസ്പ്ലേ മാത്രമല്ല, ഏതുതരം വീഡിയോ സ്ക്രീനുകളിലും ഏറ്റവും വലുതാണ്. നിങ്ങൾക്ക് ഒരു ധാരണ നൽകാൻ, ഇത് വീട്ടിൽ ഉണ്ടായേക്കാവുന്ന 55 ഇഞ്ച് ടിവിയേക്കാൾ 55,700 മടങ്ങ് വലുതാണ്. സ്ക്രീനിൽ പൊതിഞ്ഞിരിക്കുന്ന ഈ ഘടന ശരിക്കും ഏതായാലും മാറാൻ കഴിയും. ചിലപ്പോൾ അത് ഭൂമിയാണ്, ചിലപ്പോൾ ചന്ദ്രൻ, ഒരു വൻ ബാസ്കറ്റ്ബോൾ, അല്ലെങ്കിൽ മനുഷ്യന്റെ കണ്ണ്. അതെ, ഇവ ആശയങ്ങളല്ല, അവ ഇതിനകം പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ബ്രാൻഡുകൾ ഇതിനെ പരസ്യങ്ങൾക്ക് പരമാവധി ബിൽബോർഡായി കാണുന്നു. ഇത് പരസ്യദാതാക്കൾക്കും സൃഷ്ടാക്കൾക്കും ഒരുപോലെ വലിയ അവസരമാണ്. 2018-ൽ പദ്ധതി ആദ്യമായി പ്രഖ്യാപിച്ചപ്പോൾ സൃഷ്ടാക്കൾ തത്സമയ വിനോദത്തെ പൂർണ്ണമായും പുനർനിർവചിക്കുന്ന ഒരു അനുഭവം കൽപ്പിച്ചു. ലോകത്തിലെ വിനോദ തലസ്ഥാനമായ ലാസ് വെഗാസിൽ സംഗീതവേദികളും അരീനകളും ഒന്നും കുറവല്ല. അതിനാൽ ശ്രദ്ധ നേടാൻ ഈ പദ്ധതിക്ക് മറ്റൊരിടത്തും ലഭിക്കാത്ത അനുഭവം നൽകേണ്ടി വന്നു. അതെന്താണെന്ന് ഊഹിക്കൂ. അവർ അത് പൊളിച്ചു. അകത്ത് ഡോം വക്രത്തെ പിന്തുടരുന്ന ഒരു വലിയ റാപ്പറൗണ്ട് ലൈറ്റ് ഡിസ്പ്ലേ ഉണ്ട്. അതെ, പുറം വലിപ്പത്തിൽ ചെറിയ ആയിരിക്കാം, പക്ഷേ ഉള്ളിലെ സ്ക്രീൻ വാസ്തവത്തിൽ അതിമനോഹരമാണ്. 15,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഇത് ഭൂമിയിലെ ഏറ്റവും വലിയവും ഉയർന്ന റെസല്യൂഷൻ റാപ്പറൗണ്ട് സ്ക്രീനാണ്. ഈ ഭയങ്കരമായ ഡിസ്പ്ലേക്ക് ഉള്ളടക്കം സൃഷ്ടിക്കാൻ സ്ഫിയറിന്റെ പിന്നിൽ ഉള്ള ടീം തങ്ങളുടെ സ്വന്തം കസ്റ്റം ക്യാമറ സിസ്റ്റം നിർമ്മിച്ചു. അതിന്റെ പേര് ബിഗ് സ്കൈ ആണ്. അതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ക്യാമറ സിസ്റ്റങ്ങളിൽ ഒന്നാണ്. അത് 120 ഫ്രെയിമുകൾക്ക് 18K റെസല്യൂഷൻ ഫുട്ടേജ് ഷൂട്ടിക്കുന്നതിന് ശേഷിയുള്ളതാണ്.
പക്ഷേ കൂടുതൽ അറിയാമോ? ഈ സ്ഥലത്ത് ലോകത്തിലെ ഏറ്റവും മുൻപിയായ ഓഡിയോ സാങ്കേതികവിദ്യകളുടെ ചിലവുണ്ട്. ഇത് 160,000 വ്യത്യസ്ത സ്പീക്കറുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ഉള്ളിലുള്ള ഓരോരുത്തരും ഒരേ ടോപ്പിയർ ശബ്ദ ഗുണമേന്മ നേടും. അന്തിമ സീറ്റിൽ ഇരിക്കുന്നവനും എങ്കിലും മുൻപിൽ ഇരിക്കുന്നവനായി എല്ലാം കേൾക്കാം. അത് ഒരേ സമയം പല ഭാഷകളെയും നടത്താൻ കഴിയും. അതിനാൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തി സ്പാനിഷ് കേൾക്കുന്നവനായിരിക്കാം, അതേസമയം നിങ്ങൾ ഇംഗ്ലീഷ് കേൾക്കുന്നു. പക്ഷേ അനുഭവം ശബ്ദത്തിലും ദൃശ്യത്തിലും മാത്രമല്ല. ഏകദേശം 10,000 സീറ്റുകൾ ഹാപ്റ്റിക് സാങ്കേതികവിദ്യയോടെയാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റിൽ നിന്നും സ്ക്രീനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ശരീരമായി അനുഭവിക്കാം. കൂടാതെ 4T സാങ്കേതികവിദ്യ കാറ്റും ഗന്ധവും ഉൾക്കൊള്ളുന്ന പ്രഭാവങ്ങളിലൂടെ അതിനെ ഒരു ഘട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നു. സ്ക്രീനിൽ കാറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ തൊടുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ആരെങ്കിലും സ്ക്രീനിൽ പാചകം ചെയ്യുകയാണെങ്കിൽ അതിന്റെ മണവും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഒരു അവതരണത്തിനിടെ പ്രസിഡന്റ് പറഞ്ഞു, ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നവർക്ക് യാഥാർത്ഥ്യവും ഭ്രമവും തമ്മിൽ തിരിച്ചറിയാൻ പോലും കഴിയില്ല. സാങ്കേതികവിദ്യ അത്രയും ഏറ്റവും പുതിയതാണ്. അവർ വേദിക്കായി വീഡിയോ ഉള്ളടക്കം നിർമ്മിക്കാൻ സമർപ്പിതമായ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ നിർമ്മിച്ചു. ആശയം ചലച്ചിത്രകാരന്മാരുമായും സംഗീതജ്ഞരുമായും സഹകരിച്ച് അതുല്യമായ അനുഭവങ്ങൾ നൽകുക, വെഗാസിനു വേണ്ടി മാത്രമല്ല, ഭാവിയിലെ സ്ഥലങ്ങൾക്കും. ഇപ്പോൾ വരെ ഈ കെട്ടിടത്തിന് ലോകമെമ്പാടുമുള്ള ഭൂരിഭാഗം പോസിറ്റീവ് പ്രതികരണങ്ങൾ ലഭിച്ചു. പക്ഷേ ഇത് വിമർശനങ്ങളില്ലാതെയായിരുന്നില്ല. ചിലർ ആശങ്കപ്പെടുന്നു, ശക്തമായ വെളിച്ചം പ്രദേശത്തെ ഡ്രൈവിംഗ് സുരക്ഷയെ ബാധിക്കാമെന്ന്. റോഡുകൾ ഗോളത്തിന്റെ ചുറ്റും ചുറ്റുന്നതിനാൽ അത് ഒരു യുക്തിസഹമായ ആശങ്കയാണ്. ഡ്രൈവർമാർ എളുപ്പത്തിൽ ആശയക്കുഴപ്പത്തിലാകാം, അല്ലെങ്കിൽ ശ്രദ്ധ നഷ്ടപ്പെടുത്താം. ഇത് അപകടങ്ങൾക്ക് കാരണമാകും. ഇതിന്റെ ഫലമായി ഉദ്യോഗസ്ഥർ പുതിയ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ വികസിപ്പിക്കാൻ പ്രാദേശിക സർക്കാരുമായി സജീവമായി പ്രവർത്തിക്കുന്നു. ചില നിവാസികൾക്ക് ആശങ്കയുണ്ട്, കെട്ടിടം പ്രദേശത്ത് അമിത വെളിച്ച മലിനീകരണം സൃഷ്ടിക്കുമെന്നാണ്. അവർ പറയുന്നു, ഇങ്ങനെ ഭംഗിയുള്ള ഘടന അത് നിർമ്മിച്ച നഗരത്തിൽ മാത്രമേ അർത്ഥമുള്ളൂ. ലാസ് വെഗാസ് പോലെയുള്ള സ്ഥലങ്ങളിൽ അല്ല. അവിടെ നഗരജീവിതം താമസമേഖലയുമായി കലർന്നിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, ലോകം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് ഈ പദ്ധതി. അത് ഹിറ്റ് ആകുമോ മാത്രമേ സമയം പറയാൻ കഴിയൂ. ഇന്ന് വണ്ടർ ഫാക്ടിന്റെ വീഡിയോ നിങ്ങൾ ആസ്വദിച്ചതായി ആശിക്കുന്നു. അത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നത് കമന്റുകളിൽ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് അത് ഇഷ്ടമായാൽ അത് പങ്കിടാൻ മറക്കരുത്. ഇങ്ങനെ കൂടുതൽ വീഡിയോകൾ കാണാൻ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉറപ്പാക്കുക. കാണുന്നതിന് നന്ദി.